ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ ഗരുഡന്റെ മാതാവായ വിനത എങ്ങനെയാണ് ദാസിയായി തീർന്നതെന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞുവല്ലോ. അമ്മയുടെ ദാസ്യം ഒഴിവാക്കുവാനായി ദേവേന്ദ്രപുരിയിൽ ചെന്ന് അമൃത് മോഷ്ടിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഗരുഡൻ. ഗരുഡൻ അമ്മയുടെ അടുത്തെത്തി ചോദിച്ചു, അമ്മേ, ഞാൻ അമൃത് കൊണ്ടുവരുവാൻ ദേവലോകത്തേക്ക് പോവുകയാണ്. യാത്രയ്ക്ക് മുമ്പേ എനിക്ക് വിശപ്പടക്കണം. ഞാൻ എന്താണ് ഭക്ഷിക്കേണ്ടത്? വിനത പറഞ്ഞു, സമുദ്രത്തിന്റെ നടുക്ക് നിഷാദപുരമുണ്ട്. അവിടെ ചെന്ന് വേണ്ടുവോളം രാക്ഷസന്മാരെ തിന്ന് വിശപ്പടക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനത പറയുകയുണ്ടായി. തപസ്വികളെ, സന്യാസിമാരെ ഒരിക്കലും തൊട്ടുപോകരുത്. അത് കേട്ട് ഗരുഡൻ ചോദിച്ചു, അവരെ ഞാനെങ്ങനെയാണ് തിരിച്ചറിയുക? അവരുടെ ലക്ഷണം എന്താണ്? വിനത പറഞ്ഞു, നിനക്കവരെ തിന്നാൻ സാധിക്കുകയില്ല. അവർ കനൽ പോലെ ചുട്ടുപൊള്ളും. ഗരുഡൻ യാത്രയ്ക്ക് തയ്യാറായി. വിനത മകനെ അനുഗ്രഹിച്ചു. നിന്റെ ചിറകുകളെ വായുവും പിൻഭാഗത്തെ സൂര്യചന്ദ്രന്മാരും ശിരസ് അഗ്നിയും ഉടൽ വസുക്കളും കാക്കുമാറാകട്ടെ. മഹാപത്രങ്ങൾ വിടർത്തിക്കൊണ്ട് ഗരുഡൻ നിഷാദപുരത്തേക്ക് പറന്നുപോയി. വിശപ്പുകൊണ്ട് വലഞ്ഞ പക്ഷീന്ദ്രൻ നിഷാദപുരത്തെത്തി. അവന്റെ ചിറകടിയേറ്റ് സമുദ്രജലം ഇളകിക്കലങ്ങി. മരങ്ങൾ മറിഞ്ഞു വീണു. ദിക്കെങ്ങും ഭീതി പരത്തിക്കൊണ്ട് പെരും കൊക്ക് പിളർന്ന് വഴിയടച്ചുകൊണ്ട് അവൻ നിന്നു. പേടിച്ചിരണ്ട രാക്ഷസന്മാർ ആയിരക്കണക്കിന് ഗരുഡന്റെ വായ്ക്കുള്ളിൽ പാഞ്ഞു വന്ന് പതിച്ചു തുടങ്ങി. അങ്ങനെ നിഷാദകുലത്തെ തിന്നൊടുക്കുമ്പോഴാണ് തൊണ്ടയ്ക്കുള്ളിൽ തീക്കനൽ പോലെ ചൂട് അനുഭവപ്പെട്ടത്. ഗരുഡൻ ഓർത്തു, അമ്മ പറഞ്ഞത് എത്ര പെട്ടെന്ന് സംഭവിച്ചു. തന്റെ തൊണ്ടയ്ക്കുള്ളിൽ ഒരു ബ്രാഹ്മണൻ കുടുങ്ങിയിരിക്കണം. ഗരുഡൻ തന്റെ കൊക്ക് പിളർത്തിക്കൊണ്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇറങ്ങി വന്നുകൊള്ളുക. ഗരുഡന്റെ ഉള്ളിൽ പെട്ടുപോയ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാനൊരു രാക്ഷസിയെ വിവാഹം കഴിച്ച് ഇവിടെ കഴിഞ്ഞു പോരുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് രക്ഷ നേടണമെന്നില്ല. എന്റെ ഭാര്യയെ കൂടി വിട്ടുതരിക. അങ്ങനെ ആകട്ടെ എന്ന് ഗരുഡൻ അനുവദിച്ചു. ബ്രാഹ്മണൻ പത്നിയോടൊപ്പം പുറത്തു വന്നു. ഗരുഡനെ അനുഗ്രഹിച്ച് അവർ പോവുകയായി. ഗരുഡനാകട്ടെ അവിടെ നിന്ന് പറന്ന് അച്ഛനായ കശ്യപ മഹർഷിയുടെ അടുത്തെത്തി. ഗരുഡൻ അച്ഛനോട് പറയുകയുണ്ടായി, അമൃത് അപഹരിക്കുന്നതിന് മുമ്പ് എനിക്ക് കരുത്തുണ്ടാവണം. അതിനെന്റെ വിശപ്പടങ്ങണം. അതിനുതകുന്ന ഭക്ഷണം തന്നാലും. അത് കേട്ട മഹർഷി പറഞ്ഞു, ആ കാണുന്ന തടാകത്തിൽ ഒരു കൂറ്റൻ ആമയുണ്ട്. ആ തടാകക്കരയിൽ ഒരു കൊലയാനയുമുണ്ട്. അവർ തമ്മിൽ എന്നും പോരാണ്. പൂർവജന്മത്തിൽ അവർ വിഭാവസു എന്നും സുപ്രതീകൻ എന്നും പേരുള്ള 2 സഹോദരന്മാരായിരുന്നു. സ്വത്തിനെ ചൊല്ലി അവർ കൊടും ശത്രുക്കളായി മാറി. തപസ്വിയായ സുപ്രതീകൻ അനുജനെ ശപിച്ചു, നീയൊരു ആമയായി പോകട്ടെ. വിഭാവസു ഉടൻ പ്രതിശാപം നൽകി, നീയൊരു ആനയായി തീരട്ടെ. അങ്ങനെ അവർ ആമയും ആനയുമായി തീർന്നു. എങ്കിലും ശത്രുത കൈവിട്ടില്ല. എന്നും ആന പൊയ്കക്കരയിൽ വന്നു നിന്ന് കൊലവിളി മുഴക്കും. ഉടൻ തടാകത്തിനടിയിൽ നിന്ന് ആമ പൊങ്ങി വന്ന് അതിനോട് നേർക്കും. തുമ്പിക്കൈ ചുരുട്ടിക്കൊണ്ട് ആന ഓടിയെത്തി യുദ്ധം തുടങ്ങും. തടാകം ആകെ കലങ്ങി മറിയും. ഇപ്പോഴും അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അവയെ കൊത്തിത്തിന്ന് വിശപ്പടക്കുക. അച്ഛന്റെ വാക്ക് കേട്ട് ഗരുഡൻ ആ തടാകക്കരയിലേക്ക് പറന്നെത്തി. അവിടെ ഊക്കോടെ മല്ലടിച്ചു നിൽക്കുന്ന ഭയങ്കര രൂപികളായ ആ സഹോദരന്മാരെ കണ്ടു. 2 ആളെയും ഒന്നിച്ച് കാൽനഖങ്ങളാൽ റാഞ്ചിക്കൊണ്ട് മഹാബലവാനായ ഗരുഡൻ പറന്നുയർന്നു. അവയെ തിന്നുന്നതിനു വേണ്ടി കൽപ്പവൃക്ഷങ്ങളിൽ ഒന്നിൽ ചെന്നിരിക്കുവാൻ ഗരുഡൻ ശ്രമിച്ചു. ഗരുഡന്റെ ചിറകടിയേറ്റപ്പോൾ തന്നെ ആ വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞു. തങ്ങളെ ഒടിച്ചു കളയരുതേ എന്നവർ ഗരുഡനോട് അപേക്ഷിച്ചു. പിന്നെ എവിടെയാണ് ഇരിക്കുക എന്ന് നാലുപാടും നോക്കുന്ന ആ പക്ഷിരാജനോട് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ വടവൃക്ഷം പറഞ്ഞു, വരൂ, എന്റെ കൊമ്പുകൾക്ക് നിന്നെ താങ്ങാൻ കരുത്തുണ്ട്. അത് കേട്ട ഗരുഡൻ ആ ആൽമരത്തിൽ വന്നിരിക്കവേ അതിന്റെ വലിയൊരു കൊമ്പ് ഒടിഞ്ഞുപോയി. ചിരിച്ചുകൊണ്ട് ഗരുഡൻ കുനിഞ്ഞു നോക്കി. അപ്പോഴതാ ആ കൊമ്പിൽ
തലകീഴായി തൂങ്ങിക്കിടക്കുന്നു ബാലഖില്യന്മാർ എന്ന് പേര് കേട്ട മഹർഷികൾ. പെരുവിരലിനോളം മാത്രം വലിപ്പമുള്ള കുഞ്ഞൻ മഹർഷിമാരാണ് ബാലഖില്യന്മാർ. മഹാതപസ്സികളാണവർ. മരക്കൊമ്പ് താഴെ വീണാൽ ആ തപസ്സികൾ കൊല്ലപ്പെടുമെന്നു ഭയന്ന ഗരുഡൻ ആ കൊമ്പിനെ കൊക്കിലെടുത്തും ആനയെയും ആമയെയും കാൽനഖങ്ങളിൽ കോർത്തും വീണ്ടും പറന്നുയർന്നു. എവിടെയാണ് ഈ മഹർഷിമാരെ ഇറക്കേണ്ടത് എന്നറിയാതെ വലഞ്ഞ ഗരുഡൻ നേരെ ഗന്ധമാദന പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനായ കശ്യപന്റെ അരികിലെത്തി. പുത്രന്റെ വിഷമാവസ്ഥ കണ്ട കശ്യപൻ പറഞ്ഞു, "മകനെ, നീ വിഷമിക്കേണ്ട. ഈ മുനികൾ നിന്നെ ശപിക്കുകയില്ല." കശ്യപന്റെ അപേക്ഷയനുസരിച്ച് ബാലഖില്യന്മാർ മരക്കൊമ്പിൽ നിന്ന് ഇറങ്ങി മാറിക്കൊടുത്തു. മഹർഷിയുടെ ആജ്ഞ അനുസരിച്ച് ആ വൻമരത്തിന്റെ കൊമ്പും ആനയെയും ആമയെയും പേറിക്കൊണ്ട് ഗരുഡൻ മഞ്ഞുമൂടിയ ഒരു പർവ്വത ശിഖരത്തിൽ എത്തി. ആ വലിയ കൊമ്പ് അവിടെ ഇട്ടപ്പോൾ ഇടിമുഴങ്ങും പോലെ ശബ്ദമുണ്ടായി. പർവ്വതം ആകെ ഉലഞ്ഞു. ചിറകടിയേറ്റ് പൂമരങ്ങൾ പൂകൊഴിച്ചു. ദിവ്യമായ ആ മഹാപർവ്വതത്തിലിരുന്ന് ഗരുഡൻ ആമയെയും ആനയെയും തിന്നു വിശപ്പടക്കി. വർദ്ധിച്ച ഊർജത്തോടെ അദ്ദേഹം സ്വർഗം ലക്ഷ്യമാക്കി പറന്നു. ഇതേ സമയം ദേവലോകത്തിൽ ചില ദുശ്ശകുനങ്ങളൊക്കെ കാണുവാൻ തുടങ്ങി. ഇന്ദ്രന്റെ വജ്രായുധം താനെ ജ്വലിച്ചു. കൊള്ളിമീനുകൾ പാഞ്ഞു. ദേവായുധങ്ങൾ പരസ്പരം ഇടഞ്ഞു. കൊടുങ്കാറ്റ് വീശി. മഴക്കാറില്ലാതെ ഇടിവെട്ടി. പൊടിപടലങ്ങൾ ഉയർന്നു. ഭീതനായ ദേവരാജൻ ഗുരുവായ ബൃഹസ്പതിയോട് ചോദിച്ചു, "സ്വാമിൻ, എന്താണിവിടെ സംഭവിക്കാൻ പോകുന്നത്?" ബൃഹസ്പതി പറഞ്ഞു, "കശ്യപപുത്രനും മഹാബലവാനുമായ ഗരുഡൻ അമൃത് അപഹരിക്കുവാൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. ദേവേന്ദ്ര, നിന്റെ വീഴ്ച നിമിത്തമാണ് ഇത് സംഭവിക്കുന്നത്. ബാലഖില്യ മഹർഷിമാരുടെ തപോബലമാണിത്." അത് കേട്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. അവർ ആയുധങ്ങളേന്തി പോരിനൊരുങ്ങി. സ്വർണ കവചങ്ങളും രത്നം പതിപ്പിച്ച തലച്ചട്ടകളും അണിഞ്ഞ് തീപാറുന്ന ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് ക്രോധത്തോടെ അവർ കാത്തുനിന്നു. സൂതൻ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണല്ലോ നമ്മൾ മഹാഭാരത കഥകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. കഥ പറയുന്ന സൂതനോട് മഹർഷിമാർ ചോദിച്ചു, "ഹേ സൂത, ദേവേന്ദ്രന്റെ വീഴ്ച നിമിത്തമാണിതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബാലഖില്യന്മാരുടെ തപോബലം എന്ന് പറഞ്ഞത് വിശദമാക്കിയാലും?" അപ്പോൾ സൂതൻ ആ കഥ പറയുവാൻ തുടങ്ങി. ആ കഥ നമ്മൾക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.